ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള അത്രയും ദിവസത്തെ വാരഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് 2025 ഡിസംബർ മാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ 27 നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ വാരഫല വീഡിയോ ചെയ്തിരിക്കുന്നത് ഓരോ രാശിക്കും, അതായത് മേടരാശി മുതൽ മീന രാശി വരെയുള്ള ഓരോ രാശികൾക്കും 12 തവണ കവടി പ്രശ്നം വെച്ച്, മൊത്തത്തിൽ 12 തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ തന്നെ അപ്പോയിൻമെന്റ് അലോട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കവടി പ്രശ്നത്തിൽ കണ്ടത്. അതായത് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും മാറി നിൽക്കുന്ന നല്ല അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്ന ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതിയും കുടുംബദേവിയും കൂടി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു മുൻപോട്ട് പോവുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ വളരെ അനുകൂലമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് പൊതുവെ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠന മികവോടുകൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി നല്ല രീതിയിൽ നല്ല പഠന മികവോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നത്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന മേടക്കൂർ നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ശത്രു തടസ്സം ഉണ്ടാകും. പ്രത്യേകിച്ച് കർമ്മരംഗങ്ങളിൽ ഔദ്യോഗികപരമായിട്ട് പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ അസൂയ നിമിത്തം അങ്ങനെയുള്ള ജോലിയിലുള്ള തടസ്സങ്ങൾ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളോടുള്ള അസൂയ നിമിത്തം അങ്ങനെ നിങ്ങളുടെ വർക്ക് പെർഫോമൻസിൽ ഉണ്ടാകുന്ന ചെറിയ പോരായ്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ആഴ്ച ഉണ്ടാകുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോവുക. കുടുംബത്ത് ചെറിയ തോതിലുള്ള ഐശ്വര്യക്കുറവ്, അങ്ങനെയുള്ള ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കം പോലുള്ള ചെറിയ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായി അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി മാത്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരമാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണുന്നത്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം.
മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരവും കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് ജോലിയിലുള്ള ഔട്ട്പുട്ട്, അങ്ങനെയുള്ള പെർഫോമൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, കൂടുതലായിട്ട് ജോബ് ഫോക്കസിങ് വേണ്ടിയ ഒരു വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് സമാധാനവും ഐശ്വര്യവും ശാന്തിയും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാണ്. എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അശ്രദ്ധ നിമിത്തമുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കവടി പ്രശ്നത്തിൽ കണ്ടത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരു വാരം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏൽക്കുന്നതല്ല. ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കൂടുതലായി ചിലവുകൾ, പാഴ്ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കുക. ശിവപഞ്ചാക്ഷരം ദിവസവും 108 തവണ ജപിക്കുകയാണെങ്കിൽ വളരെ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഔദ്യോഗികപരമായിട്ട് തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. ജോലി സംബന്ധമായിട്ട് കൂടുതൽ അലയാനുള്ള സാധ്യത, അങ്ങനെയുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടൂറ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ ഒക്കെ കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനമാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുണ്ട്. ആരോഗ്യപരമായി അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ഒരു വാരമാകും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ധനപരമായിട്ടുള്ള നഷ്ടം, തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്കും കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടല്ല ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ ദൈവാധീനമുള്ള ഒരു വാരമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സം, മടി, അലസത കൂടി നിൽക്കാനുള്ള സാധ്യത ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ചിങ്ങക്കൂർ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ, അങ്ങനെയുള്ള തടസ്സങ്ങൾ, ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, കാര്യങ്ങൾ സഹോദരങ്ങൾക്ക്, ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹം ആലോചിക്കുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള നല്ല ഒരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം.
ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ, നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഓവറായിട്ടുള്ള ടെൻഷൻസ്, അങ്ങനെയുള്ള സാധ്യതകൾ ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സം, ജോലിയിൽ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും, ജോലി സംബന്ധമായിട്ടുള്ള വർക്ക് ഔട്ട്പുട്ട് ലെവൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ആ ഒരു പെർഫോമൻസ് ലെവലിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനം, അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പണം ഇടപാടുകൾ, പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. പണം കൊടുക്കുന്നത് വഴി അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും അത് നിമിത്തം വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കവടിപ്രശ്നത്തിൽ കണ്ടത്. ഔദ്യോഗികപരമായിട്ട് തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. പക്ഷെ ശത്രുപരമായിട്ടുള്ള തടസ്സം തുലാക്കൂർ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം ഉണ്ടാകുന്നതാണ്. ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി വഴിപാടായിട്ട് നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. അങ്ങനെയുള്ള ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. ഈ മന്ത്രം ദിവസവും സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത, അങ്ങനെയുള്ള മടി കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ തുലാക്കൂർ നക്ഷത്രക്കാരുടെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയും വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ ഒരു മിതത്വ ഭാവം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ, പ്രത്യേകിച്ച് മാർക്കറ്റിംഗ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർ വിചാരിച്ച രീതിയിൽ ഓർഡർ പ്രോസസ് ചെയ്യാനും അങ്ങനെയുള്ള പുതിയ ഓർഡേഴ്സ് ഒക്കെ കിട്ടാനുള്ള ഭാഗ്യം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വാരം ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. നിലവിൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്.
പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് നല്ല ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് പെൻഡിങ് കിടക്കുന്ന വർക്കുകളെല്ലാം ചെയ്തു തീർക്കാൻ ഉള്ള ദൈവാധീനം ലഭിക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ശത്രു തടസ്സങ്ങൾ ഒരു കാരണവശാലും ഏൽക്കുന്നതല്ല. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ചെറിയ തടസ്സങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. അതുപോലെ തന്നെ ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ചെറിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സംസാര നിമിത്തം മകരക്കൂർ നക്ഷത്രക്കാർക്കും സംസാര മിതത്വ ഭാവത്തിൽ പോകേണ്ട അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ സംസാര നിമിത്തം ബന്ധുമിത്രാദികൾ പോലും ചിലപ്പോൾ ശത്രുക്കളാകാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കിടയിലും അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് മൂക്കിനുണ്ടാകുന്ന അസ്വസ്ഥത, ചെവി സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും അതുപോലെ നയന സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും മകരക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ശനി അനുഗ്രഹ സ്ഥാനത്താണ് എങ്കിൽ പോലും ശനി മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ചൊവ്വ, ശനി ദിവസങ്ങളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ വാഹനമെടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമാകും. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി അനുകൂലമായിട്ടുള്ള വാരമാകും. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം തുടക്കത്തിൽ ഉണ്ടാകുന്നതാണ്. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വിഘ്നേശ്വര നാമങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാകും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണയെ ചാച്ചുവെച്ചും തൃക്കയിൽ കാഞ്ചന ഓടക്കുഴലും അധപിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലിചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേ. ഈ മന്ത്രം പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ഔദ്യോഗികപരമായി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സഹായകരമാവുന്നതും അതുപോലെ തന്നെ വിവാഹപരമായി ആലോചിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വന്നു ചേരാനും സഹായകരമാവുന്നതുമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷന് അനുകൂലമായിട്ടുള്ള വാരം. അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം, ചെറിയ തോതിലുള്ള മടി ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സരസ്വതി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ
അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള മടി, പ്രത്യേകിച്ച് ജോലിയിൽ ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, ഓവറായിട്ടുള്ള സമ്മർദ്ദം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിമിത്തം തലവേദന, നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായിട്ട് കൂടുതൽ ചിലവുകൾ, പാഴ്ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഔദ്യോഗികപരമായി തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും വർക്ക് ഔട്ട്പുട്ട് ലെവൽ എൻഡ് ഓഫ് ദ വീക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ ഉള്ള ഭാഗ്യം, ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി മുന്നേറാൻ പറ്റിയ ഒരു വാരമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ വിസ സംബന്ധമായിട്ടുള്ള ക്ലിയറൻസ് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാനും അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമാണ്. ഇതാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ലൊരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.